നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2022 ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അത്ര മികച്ചൊരു വർഷമായിരുന്നില്ല. നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ മരണം ഉണ്ടായി. അങ്ങനെ പേഴ്സണലി വലിയ ദുഃഖം അദ്ദേഹത്തിനുണ്ടായി. തുടർന്ന് അടുത്ത സീസൺ എറിക് ടെൻ ഹാഗ് പരിശീലകനായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സ്ഥാനമേൽക്കുന്നു. അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവസരങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെട്ട് ബെഞ്ചിലിരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് പിയേഴ്സ് മോർഗൻ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കുറേ കാര്യങ്ങൾ അങ്ങ് തുറന്നടിച്ച് പറഞ്ഞത്. ഒടുവിൽ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോഴും ക്രിസ്ത്യാനോക്ക് ആ മികവ് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം കുറേ ബെഞ്ചിലിരുന്ന ഒരു താരത്തിന്, പ്ലെയിൻ ടൈം കുറഞ്ഞൊരു താരത്തിന് ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ വേൾഡ് കപ്പിൽ നേരിട്ടങ്ങിറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ഏതായാലും അവിടെയും ഫെർണാണ്ടോ സാൻഡോസ് അദ്ദേഹത്തെ ചില മത്സരങ്ങളിൽ ബെഞ്ചിലിരുത്തി. അങ്ങനെ വലിയ ദുഃഖകരമായ അല്ലെങ്കിൽ അത്ര സന്തോഷകരമല്ലാത്ത ഒരു രൂപത്തിലാണ് ക്രിസ്ത്യാനോയുടെ 2022 കടന്നുപോയത്. സ്വാഭാവികമായിട്ടും 30-37 വയസ്സിലൊക്കെ നിൽക്കുന്ന ഒരു താരം അവിടെ തീരേണ്ടതാണ്. പക്ഷേ ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അങ്ങനെ അങ്ങ് തീരില്ല. തൊട്ടടുത്ത വർഷം ഇതാ 2023 ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിയിരിക്കുന്നു. 2023 ക്രിസ്ത്യാനോ പൊളിച്ചടുക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ് ഇപ്പോഴുള്ളത്. തങ്ങളുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ പൂർവാധികം ശക്തിയോടുകൂടി തിരികെ എത്തിയ വർഷമാണിത് 2023. 2023 കണക്കുകൾ നോക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനും അതുപോലെ ക്ലബിനുമൊക്കെയായിട്ട് നേടിയിട്ടുള്ള ഗോളുകളുടെയൊക്കെ ഒരു കണക്ക് നമ്മളെടുത്താൽ 53 ഗോളുകളാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. മറ്റാർക്കും ഫുട്ബോൾ ലോകത്ത് മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന എംബാപ്പയ്ക്കും ഹാലൻഡിനും കെയ്നുമൊന്നും അത്ര ഗോളുകൾ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ 58 അപ്പിയറൻസുകളാണ് 2023 ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തിയത്. ക്ലബിനും രാജ്യത്തിനുമായിട്ട് 15 അസിസ്റ്റുകളും 53 ഗോളുകളും അദ്ദേഹം ഈ കളികളിൽ നിന്ന് നേടിക്കഴിഞ്ഞു എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനിയും ഒരു കളി ബാക്കിയുണ്ട് ഈ വർഷം. ക്ലബിന് മാത്രമായിട്ട് നോക്കിയാൽ അൽ നസറിനായിട്ട് 49 കളികൾ, 13 അസിസ്റ്റുകൾ, 43 ഗോളുകൾ. അതെ, 49 കളികളിൽ നിന്ന് അവർക്ക് വേണ്ടി 56 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇനി രാജ്യത്തിൻ്റെ മാത്രം കണക്കെടുത്താൽ 9 കളികളാണ് ഇപ്പോൾ യൂറോ കപ്പിനുള്ള ക്വാളിഫയിങ് റൗണ്ടിൽ ക്രിസ്ത്യാനോ കളിച്ചത്. 9 കളികളിൽ നിന്ന് 10 ഗോളുകളും 2 അസിസ്റ്റും. ലീഗിലെ കണക്ക് മാത്രമെടുത്താൽ 33 കളികൾ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ കളിച്ചിട്ട് 33 ഗോളുകളും 11 അസിസ്റ്റുകളും സ്വന്തമാക്കി കഴിഞ്ഞു. ചുരുക്കത്തിൽ ക്രിസ്ത്യാനോ പൊള്ളിച്ചടുക്കിയ ഒരു വർഷമാണിത്. ഇതിലേറ്റവും പ്രധാനം 2022 ബുദ്ധിമുട്ടേറിയൊരു വർഷം. അത് കഴിഞ്ഞിട്ട് ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് പുതിയൊരു രാജ്യത്തേക്കെത്തി, പുതിയൊരു എൻവയോൺമെൻറ്റിലേക്ക് എത്തി, പുതിയൊരു കോമ്പറ്റീഷനിൽ ലോകത്തെ ഏത് മണ്ണും തനിക്കൊരുപോലെയാണെന്ന് തെളിയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് കടന്ന് വീണ്ടും പോകുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.